തമിഴ് ജനതയുടെ പ്രധാന ഉത്സവമായ പൊങ്കൽ ആഘോഷിച്ച പാലക്കാട്ടുകാർ. എല്ലാ പ്രേക്ഷകർക്കും പൊങ്കൽ ആശംസകൾ നേരുന്നു. റിപ്പോർട്ട് കാണാം. പൊങ്കലോ പൊങ്കൽ, പൊങ്കലോ പൊങ്കൽ, പൊങ്കലോ പൊങ്കൽ. കിഴക്കൻ മേഖലയിലാണ് ആഘോഷത്തിന്റെ പൊലിമ. തമിഴ്നാട്ടിലെ പുതുവർഷമായും വിളവെടുപ്പ് ഉത്സവവുമായാണ് പൊങ്കൽ ആഘോഷം. തൈ പിറന്നാൽ വഴി പിറക്കും എന്നാണ് തമിഴ് വംശജരുടെ വിശ്വാസം. മാർഗഴി മാസത്തിന്റെ അവസാന ദിവസമായ ബുധനാഴ്ച വൈകിട്ട് വീടുകളിലെ പഴയതും ഉപയോഗശൂന്യമായ വസ്തുക്കൾ ഒഴിവാക്കി വീടും കാലിത്തൊഴുത്തും വൃത്തിയാക്കി. വീടുകളിൽ വ്യാഴാഴ്ച പൊങ്കൽ വെപ്പ് ആഘോഷം നടന്നു. വീട്ടുമുറ്റത്ത് പ്രത്യേകം തയ്യാറാക്കിയ അടുപ്പിൽ കോലം വരച്ച് അലങ്കരിച്ച് പുതിയ മൺപാത്രത്തിൽ പൊന്നില്ലരി ഉപയോഗിച്ചാണ് പൊങ്കൽ വെച്ചത്. പൊങ്കൽ വയ്ക്കുന്നതിന് സമീപത്തായി ചെറുവാഴകളും വയ്ക്കും. തിളച്ചു പൊങ്ങുന്ന വെള്ളം കിഴക്ക് ദിശയിലേക്കാണ് വീഴുന്നതെങ്കിൽ ഈ വർഷം ശുഭമായിരിക്കുമെന്നാണ് വിശ്വാസം. ഈ പൊങ്കൽ നിവേദിച്ച് സൂര്യദേവനെ അനുസ്മരിക്കും. വെള്ളിയാഴ്ച മാട്ടുപൊങ്കൽ, ശനിയാഴ്ച നടക്കുന്ന പൂപ്പൊങ്കലോടെ ഉത്സവം സമാപിക്കും. ചിറ്റൂർ, കൊഴിഞ്ഞാമ്പാറ, കൊല്ലങ്കോട്, മുതലമട, നെന്മാറ തുടങ്ങിയ സ്ഥലങ്ങളിലും പൊങ്കൽ ആഘോഷിച്ചു. പൊങ്കലിനെക്കുറിച്ച് വിശ്വാസികൾ വിശദീകരിച്ചു. പൊങ്കല് പറഞ്ഞാൽ ഇന്നലെ ഭോഗി പൊങ്കലാ. വീടൊക്കെ ക്ലീൻ ചെയ്തിട്ട് പിന്നെ ഒക്കെ വൃത്തിയാക്കി പെയിൻ്റ് അടിക്കും എല്ലാം ചെയ്തിട്ട് പിന്നെ ഇലകൾ വേപ്പില, മാവില പിന്നെ എല്ലാം ഇട്ടിട്ട് പൂളപ്പൂവ് എല്ലാം ഇട്ടിട്ട് അടക്കാമണി ഇതൊക്കെ ഇട്ടിട്ട് കാപ്പ് കെട്ടൽ കഴിയും. അത് കഴിഞ്ഞിട്ട് ഇന്ന് വന്നിട്ട് തൈപ്പൊങ്കൽ, വീട്ടിൽ പൊങ്കൽ വയ്ക്കും. പൊങ്കൽ വെച്ചിട്ട് ദൈവത്തിനൊക്കെ വെച്ചിട്ട് ഒക്കെ തൊഴുത് കഴിഞ്ഞിട്ട് പിന്നെ നാളെ വന്നിട്ട് മാട്ടുപൊങ്കലിലെ മാടിനൊക്കെ പൂജിച്ചിട്ട് മാട്ടിന് വേണ്ടിയിട്ട് പൊങ്കൽ വയ്ക്കും. അത് കഴിഞ്ഞിട്ട് പൂപ്പൊങ്കൽ, പിള്ളേരെടുക്കുന്നത് ചാണകമൊക്കെ ഇട്ടിട്ട് പിള്ളേരെടുക്കുക. അതൊക്കെ കഴിഞ്ഞിട്ട് ആ 4 ദിവസം കഴിഞ്ഞു. ചെയ്യണമൊക്കെ നമ്മുടെ വീടിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുക. കൊല്ലത്തിലൊരിക്കലാണ് നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത്. തമിഴ്നാട് വളരെ ഗ്രാൻഡ് ആയിരിക്കും. ഇവിടെ പിന്നെ അത്ര ഇതായില്ല. ഇപ്പോൾ കൃഷിക്കാരാണ് ശരിക്കും കൊണ്ടാടുക. ഇപ്പോൾ നമ്മൾ വന്നാലും ആ പൊങ്കൽ വെക്കലും അമ്പലത്തിൽ പരിപാടിയൊക്കെ ഉണ്ടാവും. അവിടെ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നതും ഒക്കെ നമ്മുടെ കുടുംബ ഐശ്വര്യത്തിന് വേണ്ടി മാത്രമാണ്. UTV ന്യൂസ്, പാലക്കാട്.